20-22 വയസ്സ് വരെ പഠനം, 25-ാമത്തെ വയസ്സിൽ ജോലി, 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു കല്യാണം, 32-ാമത്തെ വയസ്സിൽ കുട്ടിയാവുന്നു. നമുക്കൊരു 50 വയസ്സാകുമ്പം കുട്ടി കോളേജിലേക്ക് പോകുന്നു. ഒരു 55 വയസ്സാകുമ്പം കുട്ടിയുടെ കല്യാണം, 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ്. ഇത് തന്നെയാണ് ഒരു 90% ആളുകളും പിന്തുടർന്ന് പോകുന്ന രീതി, അല്ലേ? ഇങ്ങനെ പോയേ പറ്റൂ, കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പല സ്റ്റെപ്പിലെത്തുമ്പോഴും പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അല്ലേ? ഓരോ സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ 50-ാമത്തെ വയസ്സിൽ എഡ്യൂക്കേഷന് വേണ്ടി കുട്ടി കോളേജിലേക്ക് പോകുമ്പോഴായിരിക്കും അയ്യോ കോളേജിലേക്ക് പോകുമ്പോൾ ഇത്രയധികം വെൽത്ത് വേണോ വേണ്ടയോ എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ കുട്ടിയുടെ കല്യാണം, റിട്ടയർമെൻറ്റ് സമയത്തായിരിക്കും ഒരു പക്ഷേ എനിക്ക് റിട്ടയർ ആവാനുള്ള പ്രായമായോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത്. വെൽക്കം ടു ഗ്ലോബൽ വെൽത്ത് മാനേജ്മെൻറ്റ്. എൻ്റെ പേര് തനേഷ് മുരളി. വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വിഷയം, ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ച് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ പോയിന്റിലേക്ക് മാത്രമാണ് പോകുന്നത്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന കാര്യം മാത്രം. അതായത് നമ്മൾക്കൊരു 50 വയസ്സാകുമ്പോൾ കുട്ടിക്ക് എഡ്യൂക്കേഷൻ മസ്റ്റാണ്, അല്ലേ? ചിലപ്പോൾ 1-2 കുട്ടിയാകുമ്പോൾ 50 വയസ്സിലും 55 വയസ്സിലും ഒക്കെ നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്തേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത് ആ ഗോൾ, അതായത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന ഗോള് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും എങ്ങനെ അതൊന്ന് വൃത്തിയായിട്ട് നമുക്കത് പ്ലാൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നടപ്പാക്കാം എന്നുള്ളതുമാണ്. ഈ പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ എത്രയും നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് പോകും. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനിങ് കുറച്ച് വൈകുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു തുടങ്ങും. അതായത് 2 എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. ഒരു വ്യക്തിക്ക് 30 വയസ്സാണെന്നിരിക്കട്ടെ, ഒരു വ്യക്തിക്ക് 40 വയസ്സാണെന്നിരിക്കട്ടെ. 30 വയസ്സായ വ്യക്തിയെ പറ്റി നമുക്ക് ആദ്യം പറയാം. 30 വയസ്സുള്ള വ്യക്തിക്ക്, കുട്ടിക്ക് ചിലപ്പോൾ 1-2 വയസ്സേ ആയിട്ടുണ്ടാവും. കുട്ടിക്ക് ഇനി നമുക്കൊരു 48 വയസ്സാകുമ്പോഴായിരിക്കും കുട്ടിക്ക് കോളേജിലേക്ക് പോകേണ്ടി വരിക. അപ്പോഴായിരിക്കും ഫണ്ട് വേണ്ടി വരിക. ഒരു 20 വർഷം പീരീഡ് ആ 30 വയസ്സ് വരെ നമുക്ക് കൊടുക്കാം. 30 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. SIP-യിൽ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. അദ്ദേഹത്തിന് വെറും 12,000 രൂപ മാത്രം മതി ആ ഗോൾ അച്ചീവ് ചെയ്യാൻ. അപ്പോൾ ആ ഗോൾ എന്താണെന്ന് കൂടി പറയാം. ഇന്നിപ്പോൾ ഒരു കുട്ടിക്ക് MBBS-നോ അല്ലെങ്കിൽ ഒരു BTech-നോ അല്ലെങ്കിൽ ഒരു AI റിലേറ്റഡ് എന്തൊരു കോഴ്സ് പഠിക്കാനോ ഒക്കെ ഏകദേശം 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഒരു സാധാരണ കോളേജിൽ വരുന്ന ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ഫീ എന്ന് പറയുന്നത്. ഈ ഒരു 25 lakhs rupees അടുത്ത 20 വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കും എന്ന് കൂടി നമ്മൾ ഇപ്പോഴേ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്ലാനിങ് നടക്കൂ. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഓരോ കാര്യങ്ങൾക്കും ഇൻഫ്ലേഷൻ റേറ്റ് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 14% മുകളിലാണ്. എന്നാൽ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 10 മുതൽ 12% വരെയാണ്. ഇനിയിപ്പോൾ താഴേക്ക് പോയാൽ തന്നെ പല പല കാര്യങ്ങളിലെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു വരും. പക്ഷേ നമ്മൾ പൊതുവേ നമ്മുടെ സാധനങ്ങളുടെയൊക്കെ വില നിലവാരം പരിശോധിക്കുമ്പോൾ അതൊരു 6% വിലക്കയറ്റം ഓരോ വർഷവും സംഭവിക്കുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത് 10 മുതൽ 12% വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷം രൂപ ഇന്ന് വേണ്ട സ്ഥാനത്ത് 20 വർഷം കഴിയുമ്പോൾ വേണ്ടി വരുന്നത് ഒരു ഞെട്ടിക്കുന്ന തുകയാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ 2 സെക്കൻഡ് തരാം. അതായത് ഇന്നത്തെ 25 ലക്ഷം രൂപ അടുത്ത 20 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 1,70 ലക്ഷം രൂപയോളം വരും നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10 മുതൽ 12% വരെയാണ്. ഇന്ന് ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന് 25 ലക്ഷം രൂപയാണെങ്കിൽ അടുത്ത 20 വർഷം കഴിയുമ്പോൾ അത് 1,75 ലക്ഷം രൂപയിലേക്ക് എത്തും. അപ്പോൾ ആ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന് ഉണ്ടാകുന്ന ചിലവ് എത്രയാണെന്നും കൂടാതെ നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വീഡിയോയിലെ ആദ്യത്തെ കേസ്, അതായത് 30 വയസ്സുള്ള ഒരാളുടെ കുട്ടിക്ക് ഇന്ന് ആ കുട്ടിക്ക് 1-2 വയസ്സാകും. അതേ കുട്ടിക്ക് ഒരു 20 വർഷം കഴിയുമ്പോൾ വേണ്ട എഡ്യൂക്കേഷന് വേണ്ടി, കോളേജ് എഡ്യൂക്കേഷന് വേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ ഏകദേശം 1,75 ലക്ഷം രൂപയാണ്. ശരിയാണ്, വലിയൊരു എമൗണ്ടാണ്, ഹ്യൂജ് എമൗണ്ടാണ്. അതെങ്ങനെ കണ്ടെത്താമെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ 30-ാമത്തെ വയസ്സിൽ ആരംഭിച്ചാൽ സാധിക്കും. 30 വയസ്സുള്ള വ്യക്തി ഈ സമയം മുതൽ വെറും 12,000 രൂപ മാറ്റിവെച്ചാൽ മതി. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും ആ എമൗണ്ട് കൂടും. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ചെറുപ്പമായി നിൽക്കുന്ന സമയം 30 വയസ്സാണ്. നിങ്ങളുടെ കുട്ടിക്ക് 1-2 വയസ്സേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങൾ വെറും 12,000 rupees നിങ്ങൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? 50-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന 1.25 കോടിയിലേക്ക് എത്താം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. 30 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് 12,000 എന്ന് ഞാൻ പറഞ്ഞു. ഇതെന്ത് ചെയ്യണം? ഇത് 3 ഫണ്ടിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് 4,000 വെച്ചിട്ട് 3 ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. 20 വർഷം എന്ന വലിയ ലോങ് ടൈം പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന ഒരു പീരീഡാണ്. മാക്സിമം സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ പീരീഡ് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ലോങ് ടൈം പീരീഡാണ്. 20 വർഷം എന്ന് പറയുന്നത് വലിയൊരു ലോങ് ടൈം പീരീഡാണ്.
അങ്ങനെ പോകുമ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടൊക്കെ ഒരു മിനിമൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടൈം പീരീഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 16% ആണ്. ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് പോകുകയാണെങ്കിൽ 15% ആണ്. ഇനി ഒരു ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ 14%. ഏറ്റവും മിനിമം, ഞാൻ പറഞ്ഞത് ഏറ്റവും മോശമായ ഫണ്ട് പോലും ലോങ് ടൈമിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 12,000 റുപ്പീസ് വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും പറയുന്നു, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോകുന്ന ആടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ അടുത്ത 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് വെറും 28,80,000 രൂപയാണ്. 28.8 lakhs റുപ്പീസാണ്. എന്നാൽ ഈ എമൗണ്ട് വളർന്നിട്ട് ടോട്ടൽ വെൽത്ത് അദ്ദേഹത്തിൻ്റെ 1.6 crore റുപ്പീസ് ആകും. 1,60,00,000 രൂപയായി മാറിയിട്ടുണ്ടാകും. ഡ്യൂ ടു കോമ്പൗണ്ടിങ് പവറാണ്. ഓരോ വർഷം കഴിയുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് കോമ്പൗണ്ടിങ്ങിന് പവർ കൊണ്ട് നമ്മുടെ ഈ ചെറിയ ക്യാപിറ്റൽ വളർന്ന് 1,60,00,000 രൂപയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ 1,60,00,000 രൂപ ഒരു പക്ഷേ ചിലപ്പം വേണ്ടി വരില്ല. കാരണം എന്താ, ആ കുട്ടി ചിലപ്പോൾ ഒരു എൻട്രൻസ് ഒക്കെ എഴുതി വളരെ സിമ്പിളായിട്ട് വീട്ടുകാർക്ക് ലാഭം ഉണ്ടായി കൊടുത്താലോ അല്ലേ? അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഈ 1,60,00,000 രൂപ നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിന് വേണ്ടി യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഈ 1 കോടി ഉണ്ടെങ്കിൽ നമുക്കൊരു SWP പ്ലാനിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു 1,00,000 രൂപയ്ക്ക് മുകളിലേക്ക് നമുക്ക് എല്ലാ മാസവും ഇൻകം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ 30 വയസ്സുള്ള വ്യക്തി വളരെ ഈസി ആയിട്ട് 12,000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രവാസിയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് മാറ്റിവെക്കാൻ, നിങ്ങളുടെ കുട്ടിയുടെ ഗോൾ എന്ന നിലയിൽ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. ഇനി ഒരു കുട്ടിയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി 1-2 കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ അതനുസരിച്ച് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ പ്രായം 30 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കാലത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ നമ്മുടെ കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെ, പല പ്രവാസികളും ചോര നീരാക്കി കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി വെറും 12,000 റുപ്പീസ് 30ാമത്തെ വയസ്സിൽ ആരംഭിച്ചാൽ, മാറ്റി വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? 1.6 crore, 1,60,00,000 രൂപയിലേക്ക് നിങ്ങളുടെ 50ാമത്തെ വയസ്സിൽ എത്തിക്കാനും കുട്ടിക്ക് ആവശ്യമുള്ള ഏത് വിദ്യാഭ്യാസമാണോ ആ വിദ്യാഭ്യാസമെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 30 വയസ്സുള്ള മാത്രം കഥ പറഞ്ഞു പോയാൽ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന 40 വയസ്സുകാരന് ഒരു നിരാശ ഉണ്ടാവും. എൻ്റെ വയസ്സ് ഇപ്പം 40 ആണല്ലോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇതുവരെ കുട്ടിക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് മറ്റു പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇരിക്കട്ടെ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫ്രീ ആയി. ഇനി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും? ഒരു പക്ഷേ 12 വയസ്സോ 10 വയസ്സോ ഒക്കെ ആവാം. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇനിയും കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ? നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്ത വ്യക്തിക്ക് 20 വർഷം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പ്ലാൻ ചെയ്ത് 30ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീരീഡ്, വലിയ പീരീഡ് ആയിരുന്നു, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. പക്ഷേ ഇപ്പോൾ 40 വയസ്സ് എന്ന് പറയുന്നത് ഇനിയൊരു ചെറിയ പീരീഡ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പീരീഡ് ഉള്ളൂ. എന്നാലും നമുക്കത് എങ്ങനെ വളരെ വയസ്സായിട്ട് യൂസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോൾ എനിക്ക് 40 വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ മകൾക്ക് ഇനിയും 10 വർഷം കൂടെ, അല്ലെങ്കിൽ മകന് ഒരു 10 വർഷം കഴിയുമ്പോഴാണ് എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഒരു തിയറി നമുക്ക് നോക്കാം. 25 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കോഴ്സിന് ആവശ്യമെങ്കിൽ ഒരു ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ആ കോഴ്സിന് 75 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വരിക. അപ്പോൾ എൻ്റെ ഗോൾ എന്തായി? 75 ലക്ഷം രൂപ അടുത്ത 10 വർഷം കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ. അപ്പോൾ ആ 75 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. നേരത്തെ 30 വയസ്സുകാരൻ ഉണ്ടാക്കിയ പോലെ ഈസി അല്ല. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75 ലക്ഷം രൂപ എനിക്ക് അടുത്ത 10 വർഷം തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു മാസം 34,000 രൂപ വെച്ച് മാറ്റി വെച്ചാലേ അടുത്ത 10ാമത്തെ വർഷം എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ 34,000 റുപ്പീസ് നമ്മൾ ഏതെല്ലാം രീതിയിൽ അത് ഡിവൈഡ് ചെയ്യണം, അത് അലോക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ അടുത്ത ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ വ്യക്തിയുടെ പ്രായം കൂടി 40 വയസ്സാണ്. അപ്പോൾ ഹൈ റിസ്കിലേക്ക് പോകേണ്ട, വലിയ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഏജ് കൂടി വരികയാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഡ്യൂറേഷൻ കുറവാണ്, 10 വർഷമേ ഉള്ളൂ. അപ്പോൾ ആ വർഷം വളരെ വയസ്സായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ വലിയ ഹൈ റിസ്കിലേക്ക് പോകാതെ ഒരു മിനിമൽ റിസ്ക് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ എത്തണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 70% നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, SIP ഇതിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 70%. ബാക്കി എന്ത് ചെയ്യണം? ബാക്കി ഒരു 10 to 20% നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ FD ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, RD തുടങ്ങാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള ബോണ്ട് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകളുണ്ട്, ഗവൺമെൻറ് ബോണ്ട്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്ക് നമുക്ക് 20% ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി ഒരു 10% നമുക്ക് എവിടെയാണ്? മ്യൂച്വൽ ഫണ്ടിൽ തന്നെ മൾട്ടി അസറ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്, അവിടേക്ക് പോകാം. അവിടെ ആകുമ്പോൾ എന്തുണ്ട്? അവിടെ ഗോൾഡിൻ്റെ എക്സ്പോഷർ കിട്ടും, സിൽവറിൻ്റെ എക്സ്പോഷർ കിട്ടും, അങ്ങനെയുള്ള പല മൾട്ടി അസറ്റുകളുടെയും എക്സ്പോഷർ കിട്ടും. അപ്പോൾ ആ റിസ്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അസറ്റ് ഡിവൈഡ് ചെയ്യണം.
ഹൈലി റിസ്ക്കിലേക്ക് പോകാതെ റിസ്ക് വളരെ മിനിമൽ ആക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിക്ക് ഒരു 15-16% റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അത്രയും റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇവിടെ ഒരു 12-15% റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം ആ ഒരു 34,000 ഡിവൈഡ് ചെയ്യുന്നു, ഏകദേശം 23,000 ഇക്വിറ്റിയിലേക്ക് പോകുന്നു, ഏകദേശം 6,000 മുകളിലേക്ക് FD RD അല്ലെങ്കിൽ ബോൺസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, മൾട്ടി അസറ്റിലേക്ക് ഒരു 3,400 rupees അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ 75 lakh rupees വളരെ ഈസി ആയിട്ട് എത്താനും അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം ഗോള് അച്ചീവ് ചെയ്യാനും മകളുടെയും മകൻ്റെയും വിദ്യാഭ്യാസമൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ കണ്ട എന്താണ്, വളരെ വ്യക്തമായ ഗോളും പ്ലാനിങ്ങുമാണ് അല്ലേ. വളരെ എനിക്കൊരു കുട്ടി ഉണ്ടായി, അപ്പോൾ ഈ കുട്ടിക്ക് 20 വർഷം കഴിയുമ്പോൾ സ്കൂളിൽ കോളേജിൽ എത്താമെന്ന് എനിക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ വേണം, അങ്ങനെ ഒരു ഗോൾ ഉണ്ടെന്നും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്താണ് ശ്രമിക്കേണ്ടതെന്നുള്ള വളരെ നല്ല ലക്ഷ്യബോധം എല്ലാ പേരൻസിനും ഉണ്ടാവണം. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു മാജിക് എന്തായിരുന്നു, ആദ്യത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തത് വെറും 12,000 രൂപയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെൽത്ത് എവിടെ എത്തി, 1.6 crore 1,60,00,000 രൂപയിലെത്തി. രണ്ടാമത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വളരെ കൂടുതലായിരുന്നു, 34,000 രൂപ, 34,000 rupees ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏജ് എന്തായി, 40 വയസ്സായി. അതായത് ഓരോ വർഷവും നമ്മുടെ വിലപ്പെട്ടതാണ്. 30 വയസ്സിൽ നിന്ന് 32 വയസ്സ് ആവട്ടെ എന്ന് വെച്ച് നമ്മൾ 2 വർഷം പാഴാക്കിയാൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂട്ടി കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഓരോ വർഷങ്ങളിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുകളിലോട്ട് പോകുന്ന അനുസരിച്ച് കൂടി വരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾക്കിപ്പോൾ 30 വയസ്സിലാണോ, 28 വയസ്സിലാണോ, 34 വയസ്സിലാണോ, നമ്മൾ ഏത് പോയിന്റ് നിൽക്കുന്നു എന്നുള്ളതല്ല, എത്രയും വേഗം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഗോൾ പലതായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പങ്കുവെച്ച എഡ്യൂക്കേഷൻ ഗോൾ മാത്രമാണെങ്കിലും നിങ്ങളുടെ ഗോൾ മറ്റൊന്നായിരിക്കാം. ഒരു പക്ഷേ ഗൾഫിൽ വന്നത് തന്നെ നിങ്ങൾ ആ ഒരു ഗോൾ നടപ്പാക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ സഹോദരിയുടെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഏത് ഗോളാണെങ്കിലും ആ ഗോൾ നടപ്പാക്കാൻ എന്ത് വേണം, കൃത്യമായ എക്സിക്യൂഷൻ വേണം അല്ലേ. ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ എക്സിക്യൂഷനോടി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ഇന്ന് തന്നെ ഒരു ബുക്ക് എടുക്കുക, അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിക്കുക. ഈ ആലോചനയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഗൾഫിൽ ജീവിക്കുന്ന, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന, ഗൾഫായിക്കോട്ടെ മറ്റ് യൂറോപ്പിലായിക്കോട്ടെ ജീവിക്കുന്ന ലക്ഷ്യങ്ങളുള്ള, എനിക്കിവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ടാവും. അവരിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റും ഗോൾ ബേസിലേക്കുള്ള മൈൻഡ് സെറ്റ് ആവട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ ഗോളും വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.